ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ടു മറിയംസ് ലിറ്റിൽ ഹോം. അപ്പോൾ ഞാനിന്ന് ഒരു പ്രൊഡക്റ്റ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റിവ്യൂ ആണ് ചെയ്യണം. റിവ്യൂ മീൻസ് അൺബോക്സിങ്. അപ്പോൾ ഞാൻ കുറച്ച് നോൺ സ്റ്റിക്ക് കുക്ക് വെയറാണ് വാങ്ങിച്ചത്. അത് ഓഫറിൽ കണ്ടപ്പോൾ കുറച്ച് ഒരു 7 പീസ് പാത്രങ്ങളുടെ സെറ്റാണ് ഞാൻ ഓർഡർ ചെയ്തത്. അപ്പോൾ അതിൽ ഫ്രൈങ് പാൻ ഉണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഇത് ഒരു ഗ്ലാസിൻ്റെ ലിഡാണ്. അപ്പോൾ ഞാൻ എല്ലാം മെയിനായിട്ട് കാണിച്ചു തരാം. ജസ്റ്റ് ഞാനിപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് എല്ലാം ഒന്ന് പുറത്ത് വെക്കട്ടെ, എന്നിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇതിൻ്റെ റേറ്റ് എത്രയായിരുന്നു ഇതിനിടയ്ക്ക് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതൊരു ഗ്ലാസ് ലിഡാണ് കേട്ടോ. ഇത് ഫ്രൈങ് പാൻ ഉണ്ട്. ഫ്രൈങ് പാനിൻ്റെ ഒരു തവയുടെ ലിഡായിട്ട് 2 എണ്ണത്തിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്ലാസ് ലിഡാണ്. അത് നല്ല കട്ടിയുണ്ട് കേട്ടോ. ആദ്യം ഗ്ലാസ് ലിഡാണ്. പിന്നെ നല്ല വെയിറ്റ് ഉണ്ട്, നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്. ഇതിപ്പോൾ പിജിയൻ്റെ ആണ് ഞാൻ വാങ്ങിച്ചത്. പിന്നെ നമുക്കിത് നമ്മൾ താളിച്ചൊക്കെ ഒഴിക്കാൻ പറ്റുന്ന ഒരു പാനാണ്. പിന്നെ ഉള്ളത് ഒരു സോസ് പാൻ. ഈ സോസ് പാനും ആ താളിച്ചൊഴിക്കുന്ന പാനൊക്കെ നല്ല സൂപ്പറാണ് കേട്ടോ. നല്ല കട്ടിയുണ്ട്. ബാക്കിയുള്ളതിന് ചെറുതായിട്ടൊരു കട്ടി കുറവുണ്ട്. ഞാൻ യൂസ് ചെയ്തിട്ട് അതിൻ്റെ എങ്ങനെയുണ്ട് ക്വാളിറ്റി എന്നുള്ളത് ഞാൻ പറയാം. പക്ഷേ ഞാൻ ഉപയോഗിച്ചത് പിജിൻ്റെ സംഭവമൊന്നും വലിയ കുഴപ്പമില്ല കേട്ടോ. ഈ പാനും ഇപ്പോൾ ഇതിൻ്റെ സൈഡിലുള്ള ഹാൻഡിലൊക്കെ നമുക്ക് ഫിറ്റ് ചെയ്യാൻ കവറിലാണ് തന്നേക്കുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ട് ഒട്ടും കനം തോന്നിയില്ല കേട്ടോ. ഇത് ഹാൻഡിൽ വെച്ചപ്പോൾ പിന്നെ ഇത്തിരി കനം തോന്നി. ഇനി യൂസ് ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ റിവ്യൂ പറയാം. ഇതാണ് ഫ്രൈയിങ് പാൻ. മറ്റേതൊരു കടായി പോലെയാണ് കേട്ടോ. പിന്നെ ഇത് ഒരു ചപ്പാത്തി ദോശത്തവ ഒക്കെ പോലത്തെ ഒരു പാത്രമാണ്. ഇതിനധികം വട്ടം കുറവാണ് കേട്ടോ. ചെറുതാണ്. എല്ലാം ഒരു മീഡിയം സൈസാണ്. വലിയ പാനൊന്നുമല്ല. പക്ഷെ ഞങ്ങളെപ്പോലുള്ള ചെറിയ ഫാമിലീസിന് ഇത് നല്ല വർത്ത് ഓഫ് മണി തന്നെ ആയിരിക്കും കേട്ടോ. പിന്നെ ഒരു കരണ്ടി പോലെ ഒരു കയ്യിലും ഉണ്ടായിരുന്നു അതിനകത്ത് വലുത്, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ. പിന്നെ അതിൻ്റെ ഹാൻഡിൽസ് ആണ് കേട്ടോ. ആ പ്ലാസ്റ്റിക് കവറിലുണ്ട് ഞാനിപ്പോൾ എടുത്തത്. അതിൻ്റെ ഹാൻഡിൽസാണ്. 2-3 ഹാൻഡിൽസ് പിടിപ്പിക്കുന്നവർക്ക്, ബാക്കിയുള്ളതൊക്കെ അത് സെറ്റ് ചെയ്താണ് കിട്ടിയേക്കുന്നത്. ഞാൻ ഇതിൻ്റെ ലിങ്ക് കിട്ടണമെങ്കിൽ ഞാൻ ഇതിൻ്റെ താഴത്ത് ഡിസ്ക്രിപ്ഷനിൽ പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അങ്ങ് വാങ്ങിച്ചു നോക്കുക. ഇതിനിപ്പോൾ റേറ്റ് എന്ന് പറയുന്നത് 1361 രൂപയാണ് ഇത് എല്ലാത്തിനും കൂടി എനിക്ക് റേറ്റ് ആയത്. അപ്പോൾ ആ ഒരു പൈസയ്ക്ക് ഈ പിജിൻ്റെ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ഓഫറായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടിട്ടാണ് വാങ്ങിച്ചത്. അപ്പോൾ ഞാൻ വാങ്ങിച്ചപ്പോൾ എനിക്ക് തോന്നി നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന്. അതുകൊണ്ടിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ എടുത്തത്. അപ്പോൾ ഈ താളിച്ചൊടിക്കുന്നതും സോസ് പാൻ അങ്ങനെയുള്ളതിനൊക്കെ നല്ല കട്ടിയുണ്ട്. ബാക്കിയുള്ള ആ ദോശത്തവ, കടായി, ആ ചീനച്ചട്ടി, അതിനൊക്കെയാണ് ഇത്തിരി കട്ടി കുറവ്. അപ്പം ഞാൻ യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് എൻ്റെ ക്വാളിറ്റി എന്നൊക്കെ ഞാൻ പിന്നീടുള്ള വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ആവശ്യമുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഹാൻഡിൽസൊക്കെ ഞാൻ ഇനി വച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. ആ ലിഡൊക്കെ ആണെങ്കിൽ നല്ല സൂപ്പറാണ് കേട്ടോ. ഇനി ഞാൻ ഇതിൻ്റെ ഹാൻഡിൽസൊക്കെ ഒന്ന് അറ്റാച്ച് ചെയ്യട്ടെ, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എല്ലായിടത്തും പുറത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഹാൻഡിലൊക്കെ ഒന്ന് പിടിപ്പിക്കട്ടെ കേട്ടോ. ഹാൻഡിൽ പിടിപ്പിച്ചതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. പക്ഷേ കുഴപ്പമില്ലെന്ന് തോന്നുന്നുണ്ട്. എനിക്ക് വലിയ പ്രശ്നമുള്ള കുക്ക് വെയറായിട്ട് തോന്നിയില്ല. ഇനി യൂസ് ചെയ്തിട്ട് കറക്റ്റായിട്ടുള്ള റിവ്യൂ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്റ്റ് ചെയ്യാം കേട്ടോ. പിന്നെ അതിന് ഹാൻഡിലൊക്കെ വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. എനിക്ക് നല്ല വർത്ത് ഓഫ് മണി ആയിട്ട് തോന്നി. ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നോക്ക്, ഇതൊക്കെയാണ് സാധനങ്ങൾ. ഒരു കടായി, അതിന് വിത്ത് ലിഡ്. ഈ ലിഡ് തന്നെ ഫ്രൈങ് പാനും നമുക്ക് വെക്കാം കേട്ടോ.
അപ്പോൾ അതുണ്ട്. ഇത് കുഴപ്പമൊന്നുമില്ല, ഹാൻഡിലൊക്കെ ചെയ്തപ്പോൾ ഏകദേശം ഒരു സെറ്റായ പോലെ ഉണ്ട്. ഇനി ഈ ഫ്രൈങ് പാൻ, ഇത് ഒക്കെ ഒരു മീഡിയം സൈസാണ് കേട്ടോ, തീരെ ചെറുതല്ല. ഇത് ചപ്പാത്തി തവ. പിന്നെ ഒരു സോസ് പാനുണ്ട്. പിന്നെ നമുക്ക് താളിക്കാനുള്ള ആ ചെറിയൊരു പാത്രം. അതിൻ്റെ സ്റ്റാൻഡ് ഇത്തിരി ഹൈറ്റ് കുറവാണ്. ഇത്രയും കൂടി 7 പീസിന് 1361 രൂപയാണ് കേട്ടോ. ഞാനത് പറയാൻ വിട്ടുപോയെന്ന് തോന്നി, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ വാങ്ങിച്ച ഐറ്റംസ്. ഇഷ്ടപ്പെട്ടതെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റും ചെയ്യുക കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് റെംസ് ലിറ്റിൽ ഓവൻ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എല്ലാവർക്കും അറിയാമല്ലോ, 1361 രൂപ.